thousand desire beloved. പ്രിയരെ, നിങ്ങൾക്ക് 1000 കണക്കിന് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം മറ്റൊന്നുമായി പൊരുത്തപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് From my teenage, അണ്ണൻ്റെ കൗമാരകാലം മുതൽ അണ്ണൻ ഒരു കാര്യം തീരുമാനിച്ചു, not to decide anything. വേറൊന്നും Nowadays, തീരുമാനിക്കരുത് എന്ന് നിശ്ചയിച്ചു. യുവാക്കളോട് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇത് പഠിക്കാൻ പോകുന്നു, അത് പഠിക്കാൻ പോകുന്നു, ഈ വിഷയം ആ വിഷയം പഠിക്കാൻ പോകുന്നു. മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കിടന്ന് കരയും. I never do that. ഞാനത് ചെയ്യാറില്ല. We believe ഞങ്ങൾ വിശ്വസിക്കുന്നത് God has decided. ദൈവം I was born. ഞാൻ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ദൈവം എന്താണോ തീരുമാനിച്ചത് അതെൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടട്ടെ. പരത്തിൽ ചെയ്യപ്പെടുவது போல ഭൂമിയിലെയും അതുവേ ചെയ്യപ്പെടുവதாக. Let your will be done in my life as it is done in heaven. സ്വർഗത്തിൽ നിശ്ചയിച്ചതുപോലെ തന്നെ What is your അങ്ങയുടെ ഇഷ്ടം ഭൂമിയിൽ എന്നെ കുറിച്ച് നിറവേറപ്പെടട്ടെ. one word? If at all I say something, what God has എന്താണോ ദൈവം എന്നെ കാണിച്ചത് അത് മാത്രം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. has not shown. ദൈവം എന്നെ കാണിക്കാത്തത് എനിക്കറിയുകയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും മികച്ച ജീവിതം, സ്വർഗത്തിന് കീഴിലുള്ള ഏറ്റവും മികച്ച ജീവിതം ഇതത്രേ. One small boy ഒരു ബാലൻ went to a shop. ഒരു കടയിലേക്ക് പോയി. തൻ്റെ പിതാവിൻ്റെ കൂടെയാണ് അവൻ പോയത്. പിതാവ് അവനെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അവിടെ ഒരുപാട് ചോക്ലേറ്റുകൾ ഉണ്ടായിരുന്നു, മിഠായികൾ ഉണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ കണ്ണ് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ആ വായിൽ നിന്ന് ഇങ്ങനെ വായിൽ നിന്ന് വെള്ളം ഒലിച്ചു കൊണ്ടിരുന്നു. ആ കടക്കാരൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോളാൻ പറഞ്ഞു. He opened the ആ ആ മിഠായി വെച്ച പാത്രം തുറന്നു. നിനക്ക് ഇഷ്ടമുള്ളത് സൗജന്യമായി എടുത്തോളാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ എടുക്കില്ല. but looking at him. പക്ഷെ അതിനെ നോക്കിക്കൊണ്ടേയിരുന്നു. The shop man, കടക്കാരൻ കഴിയുന്നത്ര ശ്രമിച്ചു അവനെ കൊണ്ട് എടുപ്പിക്കാൻ. the daddy said, അതിനുശേഷം അവൻ്റെ പിതാവ് പറഞ്ഞു, മോനെ, അവൻ ഫ്രീ ആയിട്ട് തരുന്നതല്ലേ, നീ എടുത്തോ എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. then the shop man, what he did, അതിനുശേഷം ആ കടക്കാരൻ തൻ്റെ കൈ അതിനകത്തിട്ടിട്ട് ഒരു പിടി മിഠായി 2 കൈയിലും കൊടുത്തു. and when he came out, പുറത്തേക്ക് വന്നപ്പോൾ why പിതാവ് ചോദിച്ചു, എന്തുകൊണ്ടാ നീ എടുക്കാതിരുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഡാഡി, എനിക്കറിയാം, എൻ്റെ കൈ ചെറിയ കൈയല്ലേ, ഞാൻ എടുത്ത കുറച്ചല്ലേ കിട്ടൂ. if I take and daddy 1, 2 will come. ഞാനെടുത്താൽ He can forgive. ഡാഡി 1, 2 കയ്യിൽ വരും. പക്ഷേ ആ കടക്കാരൻ്റെ കൈ വലുതല്ല. അയാൾ എടുത്ത് തന്നു കഴിഞ്ഞാൽ നിനക്ക് അത്രയും കിട്ടില്ലേ. Some people ചില ആളുകൾ, decided ഞാൻ തീരുമാനിച്ചു and now എൻ്റെ കൈ അതിനകത്തിടാം. വിഡ്ഢിയായ പെണ്ണും ആണും, നിങ്ങൾ ആരാണ് നിങ്ങളുടെ വിചാരം? എൻ്റെ വിചാരങ്ങളും നിങ്ങളുടെ വിചാരങ്ങളല്ല, my way എൻ്റെ വഴികളും നിങ്ങളുടെ വഴികളല്ല. if my wife is in Germany, അണ്ണൻ്റെ ഭാര്യ ജർമ്മനിയിലായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ go to German way വഴികൾ ജർമ്മൻ വഴികളിലൂടെ പോകാനാണെങ്കിൽ nearby. ഞാൻ അടുത്തുള്ള ആരെങ്കിലും തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഞാൻ എത്ര വലിയ വിഡ്ഢി ആയേനെ. ഞാനൊരു ഭ്രാന്തനാകുകയില്ലായിരുന്നു. I beg you, ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, beg you, ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. authoritative man of God, ഞാൻ അധികാരമുള്ള ദൈവ മനുഷ്യനാണ്, നിങ്ങളോട് യാചിക്കേണ്ട ആവശ്യമില്ല. എന്നാലും യാചിക്കുന്നു, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാവി നിങ്ങളുടെ തലയിൽ നിങ്ങൾ തീരുമാനിക്കരുത്. നിങ്ങളത് വലിച്ചെറിയുക, എന്നിട്ട് പറയുക, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടട്ടെ, സ്വർഗത്തിൽ അത് നിശ്ചയിച്ചതുപോലെ ആയിത്തീരട്ടെ. when I was a teenage boy, ഞാനൊരു കൗമാര പ്രായത്തിലായിരുന്നപ്പോൾ I decided, ഞാനൊരു കാര്യം തീരുമാനിച്ചു. I don't know who told me
me anything, I don't know. ആരെങ്കിലും എന്തെങ്കിലും എന്നോട് പറഞ്ഞു എന്നെനിക്ക് ഓർമ്മയില്ല. 2 തരത്തിലുള്ള ജീവിതമുണ്ട്. എല്ലാവരും അടുത്തുള്ള നോക്കി പറഞ്ഞാട്ടെ. 2 തരത്തിലുള്ള ജീവിതമുണ്ട്. You can choose whatever you like. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. One life, ഒരു ജീവിതം ഇങ്ങനെയാണ്. take a white paper. നിങ്ങൾ ഒരു വെള്ള പേപ്പർ എടുക്കുക. And I allow you to talk. ഇപ്പം ആരും സംസാരിക്കരുത്. അണ്ണൻ പറയുന്നത് ശ്രദ്ധിക്കുക. അണ്ണനാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. One life, you write whatever you like in a white ഒരു ജീവിതം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു വെള്ള പേപ്പർ എടുത്തിട്ട് നിങ്ങളെല്ലാം എഴുതുക. ഈ ഇങ്ങനത്തെ ഭർത്താവ്, ഇങ്ങനത്തെ ജോലി വേണം, ഇങ്ങനത്തെ വിദ്യാഭ്യാസം വേണം, ഇത്ര ശമ്പളം എനിക്ക് വേണം, എനിക്ക് ഈ കാറ് വേണം, എനിക്ക് ഈ സ്ഥലത്തേക്ക് പോകണം, എനിക്ക് ഇതെല്ലാം ചെയ്യണം, എല്ലാം ആ വെള്ള പേപ്പർ നിങ്ങൾ എഴുതുക. into the Lord. എന്നിട്ട് കർത്താവായ യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, കർത്താവേ ഇതെല്ലാമാണ് എൻ്റെ ആഗ്രഹം, ഇതിനകത്ത് ഒരു ഒപ്പിട്ട് തരുമോ? This is one life. ഇതാണ് ഒരു തരത്തിലെ ജീവിതം. മറ്റൊരു തരത്തിലൊരു ജീവിതമുണ്ട്. ഞാനൊരു വെള്ള പേപ്പർ എടുത്തിട്ട് My secret. എൻ്റെ ഒപ്പ് മാത്രം ഇട്ടിട്ട് പേപ്പറിൽ ഒന്നും എഴുതാതെ യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, കർത്താവേ ഞാൻ ഒപ്പ് ഇട്ടിട്ടുണ്ട്, നീ അത് നിറച്ചോളണം. You fill it. ആമേൻ. നീ അത് നിറച്ചു കൊള്ളണം. ആമേൻ. And he started putting it. Benita from Germany. അപ്പോൾ അണ്ണൻ്റെ പേപ്പറിൽ യേശു എഴുതി, ജർമ്മനിയിൽ നിന്ന് ബെനീറ്റ, പൂണ്ടി. Pundi, he wrote it. പൂണ്ടി എന്ന് അവനെഴുതി. I don't know what car. ബറാക്ക, എന്ത് കാ എന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് അക്കയെ അറിയുള്ളൂ, ബറാക്കേനെ അറിയില്ലേ. ദൈവം അതിനെ നിറയ്ക്കുമ്പോൾ, നിങ്ങൾ ചെയ്യേണ്ടത് അവൻ തീരുമാനിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി അവൻ വിചാരിക്കുമ്പോൾ, നിങ്ങളായിരിക്കും ഭാവിയിലെ രാജ്യത്തെ ഇളക്കുന്നവർ. ആമേൻ. History maker. ചരിത്രം സൃഷ്ടിക്കുന്നവർ. You shall be a blessing. നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. Life with him. അത് എന്ത് മനോഹരമായ ജീവിതമാണ്. അതൊരു മോശമായ ജീവിതമാണോ നല്ല ജീവിതമാണോ? യേശുവിൻ സമൂഹം എന്ന ആനന്ദം, എന്ന ആനന്ദം, എന്ന ആനന്ദം. യേശുവിൻ സമൂഹം എന്ന ആനന്ദം, എന്ന ആനന്ദം. What is the Jesus, beloved? Is the super life. യേശുവായിട്ട് നടക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും സൂപ്പറായിരിക്കുന്ന ജീവിതം അത്രേ. What do you think? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? White paper with a signature. വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ എത്ര പേര് തയ്യാറാണ്? കരങ്ങളെ ഉയർത്താമോ? വെള്ള പേപ്പറിൽ Whatever you like, write in a paper. Then- That is signature. How many? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്താമോ? Please show me. ദയവായിട്ട് നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. Whatever you like. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എഴുതിയിട്ട് ദൈവത്തിൻ്റെ കരങ്ങൾ ഒപ്പിട്ട് കൊടുക്കുമോ? I don't know. So many wise people here ഈ in this world. ഈ ലോകത്തിൽ ഇത്രയും ജ്ഞാനികളായുള്ളവരുണ്ടോ? What a wisdom you have. നിങ്ങൾക്ക് എന്തൊരു ജ്ഞാനമാണ് ഉള്ളത്. What a blessing. അതെത്ര വലിയ അനുഗ്രഹമാണ് പ്രിയരേ. Your past was so small. നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലം വളരെ ചുരുക്കമായിരുന്നു. ഇന്നലെ ഞാൻ കൂടെ പറഞ്ഞില്ലേ, Oh, your beginning നിങ്ങളുടെ was small. പൂർവസ്ഥിതി അല്പമായിരുന്നാലും Suffered much. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. യോസെഫിൻ്റെ ജീവിതം നോക്കുക. അമ്മ നഷ്ടപ്പെട്ടു പോയി. Nothing else. അവന് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ദാരിദ്ര്യം. ഒരു ഗ്രാമത്തിൽ Father died അമ്മ മരിച്ചുപോയി. and he was growing അവൻ വളർന്നുകൊണ്ടേയിരുന്നു. with the wife servants. They became wife with them. അവരുടെ ദാസന്മാരോട് കൂടെ അവരുടെ മക്കളോട് കൂടെ എല്ലാം വളർന്നു. അവരോട് കൂടെ വേല ചെയ്തു. അവർ But he talked to him. അവരെല്ലാ സഹോദരന്മാരും അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു ജീവിതം. 17 years. 17 വയസ്സിൽ He would have heard. എത്ര സ്വപ്നങ്ങൾ അവൻ കണ്ടിരിക്കണം. Intelligent fellow. വളരെ ബുദ്ധിമാനായവൻ. The daddy became very അവൻ്റെ പിതാവ് വാർദ്ധക്യത്തിലേക്കായി. nice, അവന് colored, നല്ല ഒരു വർണ്ണമുള്ള വസ്ത്രം അവന് മേലങ്കി വാങ്ങിച്ചു കൊടുത്തു. ഒരു ദിവസം അവനിട്ടു. അതിനുശേഷം എല്ലാ സഹോദരന്മാരും അവനെ വെറുത്തു. What a life it is. അത് എന്തൊരു മനോഹരമായ ജീവിതം. He wanted to study, അവൻ no study, പഠിക്കാൻ ആഗ്രഹിച്ചു, പഠിക്കാൻ കഴിഞ്ഞില്ല. only taking care of the sheep. ആ ആടുകളെ മാത്രം മേയിച്ചു കൊണ്ടിരുന്നു.
It's not a very good life. അതത്ര മനോഹരമായ ഒരു ജീവിതമായിരുന്നില്ല. അവിടെ നിന്ന് His thoughts would have been very small. തൻ്റെ ചിന്തകൾ വളരെ ചെറിയ ചിന്തയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ചിന്തകൾ, അവൻ്റെ വിചാരങ്ങൾ അത് അത്രയും വലുതായിരുന്നു. നിങ്ങൾക്ക് സങ്കല്പിക്കാമോ, ആ മനുഷ്യൻ 3 days hero for you and me. ഈ നമുക്ക് 3 ദിവസത്തെ ഹീറോ ആയിരിക്കുന്നു. യോസഫേ, നിനക്ക് എൻ്റെ സല്യൂട്ട്. ഒരു സല്യൂട്ട് കൊടുക്ക് യോസെഫിന്. Joseph said, യോസെഫ് പറയുന്നത്, not my brain, it's not ഇത് എൻ്റെ തലച്ചോറല്ല, എൻ്റെ വിചാരങ്ങളല്ല, only had a bigger thought. അവനാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അതുകൊണ്ട് ദൈവത്തിനൊരു സല്യൂട്ട് കൊടുക്ക. I will, ഒരു സമയം വരും, you will forget all നിങ്ങളുടെ you went through. കടന്നുപോയ കഷ്ടതകളെല്ലാം നിങ്ങൾ മറന്നു പോകും. നിങ്ങൾ ദാരിദ്ര്യം കണ്ടിട്ടുണ്ട്. പിശാച് നിങ്ങളെ ഒരു ചെറിയ പെൺകുട്ടി എന്ന നിലയിൽ എത്രയധികം ഉപദ്രവിച്ചു. The shock, ആ ഞെട്ടലുകൾ, your daddy's cruelty, നിങ്ങളുടെ പിതാവിൻ്റെ ക്രൂരത, mother's suffering, നിങ്ങളുടെ അമ്മയുടെ കഷ്ടത, sudden death, പെട്ടെന്നുള്ള മരണങ്ങൾ, സകലതും you will remember നിങ്ങൾ ഓർത്ത് പറയും, what സകലതും എൻ്റെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്തെന്നാൽ ഞാൻ യേശുവിനായി ജീവിക്കാൻ തീരുമാനിച്ചു. പിന്നെ പോകത്തു നിന്റെ യേശുവിൻ പിന്നെ പോകത്തു നിന്റെ യേശുവിൻ പിന്നെ പോകത്തു നിന്റെ பின்னோக்கே நான் இருங்க, கண்ணை மூடிக்கிட்டு சொல்லுங்க, இயேசுவே உங்க பின்னால டிசைட் பண்ணிட்டேன், நான் பின் நோக்க மாட்டேன். சொல்லுங்க, இயேசுவின் பின்னே போக துணிந்தே യേശുവിൻ പിന്നെ പോക തുനിന്തേ இயேசுவின் பின்னே போக துணிந்தே பின்னோக்கே நான் பின்னோக்கே நான் பின்னோக்கே நான் പിന്നോക്കേ നാം. I have decided to follow Jesus. I have decided to follow Jesus. I have decided To follow Jesus. no turning back, no turning back. No turning back. No turning don't turn back me, whatever പിന്മാറാതെ പിൻഗമിക്കുമെന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണോ ദൈവത്തിൽ നിന്ന് നമ്മൾ വലിച്ചു കൊണ്ടുപോയത്, അവിടേക്ക് ഇനി തിരിച്ചു പോകുകയില്ല. അത് എന്നേക്കുമായി ഞാൻ മുറിച്ചു കളയുന്നു. ലോത്ത് Abraham cussed. അബ്രഹാമിൻ്റെ സഹോദരനായിരുന്നവൻ, ദൂതന്മാർ അവനെ വലിച്ചു കൊണ്ടുപോയി. സോദോം എന്ന മനോഹരമായ പട്ടണം എത്രയും പെട്ടെന്ന് കത്തി അമരും. അബ്രഹാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ലോത്തേ നീ പുറത്തേക്ക് ഓടിക്കൊള്ളുക. ലോത്തിന്റെ ഭാര്യയുടെ കരം പിടിച്ചുകൊണ്ട് ദൂതന്മാർ മക്കളുടെ കരം പിടിച്ചുകൊണ്ട് ഓടി. ഇനി തിരിഞ്ഞു നോക്കരുത്, ആ പട്ടണത്തെ ഇനി തിരിച്ചു നോക്കരുത്, അതിനി കത്തി അമരാൻ പോകുന്നു. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി, അവൾ ഉപ്പ് തൂണായി മാറി മരിച്ചുപോയി. ദൂതന്മാർ അവരെ സഹായിക്കാൻ ആഗ്രഹിച്ചു. ഈ 3 ദിവസങ്ങൾ എത്ര ദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ല. ആയിരക്കണക്കിന് ദൂതന്മാർ നിങ്ങളെ വലിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇനി തിരിഞ്ഞു നോക്കരുത്, ഇനി തിരിഞ്ഞു നോക്കി പഴയതിലേക്ക് പോകരുത്. ഇല്ലല്ലല്ല, എനിക്ക് നല്ല മികച്ച ഒരു സ്ഥാനമുണ്ട്, മികച്ച ഒരു പദ്ധതിയുണ്ട്, എനിക്ക് ഏറ്റവും നല്ല വീഞ്ഞുണ്ട്, എനിക്ക് നല്ല ഭർത്താവുണ്ട്. നിങ്ങൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു പോയി. No turning back, no turning back. No turning back. No turning back. यीशु के पीछे मैं चलने लगा. यीशु के पीछे मैं चलने लगा. यीशु के पीछे मैं चलने लगा. ना लौटूंगा, ना लौटूंगा. ना लौटूंगा, ना लौटूंगा. Please
ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. Everybody say, എല്ലാവരും പറഞ്ഞാട്ടെ, you opened your heart നിങ്ങളുടെ ഹൃദയം for the Lord Jesus. കർത്താവായ യേശുവിന് തുറന്നു കൊടുത്ത ആ ദിവസം നിങ്ങളുടെ ചരിത്രം മാറിയിരിക്കുന്നു. 100% മാറിയിരിക്കുന്നു. 100%. ആമേൻ. Before you came to Christ, നിങ്ങൾ ക്രിസ്തുവിൽ വരുന്നതിന് മുന്നമേ, നിങ്ങൾ ക്രിസ്തുവിന് വന്നതിന് ശേഷവും നിങ്ങളുടെ കുടുംബ ചരിത്രത്തിന് മാറ്റം വന്നു. നിങ്ങളുടെ ചരിത്രത്തിന് മാറ്റം വന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്ന രീതിക്ക് മാറ്റം വന്നു. നിങ്ങൾ എവിടെ പോയാലും അവിടെ ഒരു മാറ്റം ഉണ്ടായിരിക്കും. I know it. എനിക്കതറിയാം. My family knows. എൻ്റെ കുടുംബത്തിനതറിയാം. My family says, എൻ്റെ കുടുംബങ്ങൾ പറയുന്നത് യെശയ്യാ 14 വയസ്സുള്ളപ്പോൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. കുടുംബാംഗങ്ങൾ എല്ലാവരും ഉടനെ സ്വീകരിച്ചിരുന്നില്ല. ആദ്യം യെശയ്യാ അണ്ണൻ സ്വീകരിച്ചു. ആദ്യം യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഒരുപാട് ഉത്സാഹിയായിത്തീരുന്നു. വളരെ ഭ്രാന്ത് പിടിച്ചതുപോലെ യേശുവിനെ സ്നേഹിച്ചു. ഉടനെ യെശയ്യാ അണ്ണൻ്റെ പിതാവ് higher Tamil Pandit. ഒരു ഉയർന്ന തമിഴ് പണ്ഡിറ്റായി മാറി. അമ്മയുടെ സാലറി, ശമ്പളം ഇരട്ടിച്ചു. ഓരോരുത്തരുടെ കാര്യങ്ങൾക്ക് മാറ്റം വന്നു. അണ്ണൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ സാമ്പത്തികമായി കുടുംബത്തിന് മാറ്റം വന്നു, ആരോഗ്യത്തിന് മാറ്റം വന്നു, അനുഗ്രഹം വന്നു. നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുന്ന ദിവസം, നിങ്ങൾ ദൈവമായിട്ട് നടക്കാൻ തീരുമാനിക്കുന്ന ആ ദിവസം, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും, നിങ്ങളുടെ ദേശത്തുള്ള സകല കാര്യങ്ങൾക്കും മാറ്റം വരും. Wherever I went, എവിടെയെല്ലാമാണോ ഞാൻ പോയത് അവിടെയെല്ലാം മാറ്റങ്ങൾ വന്നു. ഭാര്യ വന്നു, ജീവിതത്തിന് മാറ്റം വന്നു. അണ്ണൻ അണ്ണിയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അണ്ണിയുടെ ജീവിതത്തിൽ മാറ്റം വന്നു. എത്ര യുവതലമുറകൾക്ക് മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോഴും അത് കാണുന്ന ആളുകൾ പറയാറുള്ളത്, അണ്ണ ഒരിക്കൽ ഞങ്ങളുടെ സ്ഥലത്ത് അണ്ണൻ വന്നില്ലേ, അതിനുശേഷം ആ സ്ഥലത്തിന്റെ അന്തരീക്ഷത്തിന് പോലും മാറ്റം വന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, സോയയ്ക്ക് ശേഷം നിങ്ങളൊരു മാറ്റം കാണും. നിങ്ങൾ you are a person നിങ്ങൾ brings change. മാറ്റം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയത്രേ. വേദപുസ്തകം പറയുന്നു, Anyone ഒരുവൻ is in Christ. ക്രിസ്തുവിലായാൽ, Life നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിലേക്ക് നിങ്ങൾ വന്നു ചേരുമ്പോൾ, comes into your life. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, Not he will be. അവൻ The day Christ comes in, ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ a new അവൻ creation. പുതിയ സൃഷ്ടിയാകുന്നു. ആകുമെന്നല്ല, ആകുന്നു. Old things അവൻ are പറയുന്നു, പഴയതെല്ലാം കഴിഞ്ഞു പോയി. And he says, അവൻ ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ സകലതും പുതിയതായിരിക്കുന്നു.